ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഗൈസ്, കാർഗിൽ യുദ്ധത്തിന് ശേഷം സൈനിക മനോഭാവത്തിൽ ഇന്ത്യൻ ഡിഫൻസിൽ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പുതിയ ആയുധങ്ങളും പുതിയ യുദ്ധോപകരണങ്ങളും യുദ്ധം നയിക്കാൻ ആവശ്യമാണ് എന്നുള്ള ചിന്ത ഇന്ത്യൻ ഡിഫൻസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉയർന്നു വരുവാനായിട്ട് കാർഗിൽ യുദ്ധത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ആ സമയത്ത് ഇന്ത്യക്ക് ഉള്ള പ്രശ്നം, ഇന്ത്യക്ക് പല സാമ്പത്തിക പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത് ഇന്ത്യൻ സൈന്യം ഇപ്പോ വ്യോമസേന, നാവികസേന, കരസേന എല്ലാം ചേർന്ന് നടത്തുന്ന മോഡേണൈസേഷൻ എന്ന് പറയുന്നത് അതിവേഗതയിലാണ്. ഞാൻ ഒരു ഡാറ്റ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഈ കൊല്ലം നടത്തിയിരിക്കുന്നത് മസീവായിട്ടുള്ള മോഡേണൈസേഷനുകൾക്കുള്ള പ്ലാനാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അതായത് റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഏകദേശം $40 ബില്യൺ കരാർ ഇന്ത്യ ഒപ്പുവെച്ചുവെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തുകയാണ്. ഇപ്പോൾ ഇതിന് പുറമെ ഒരു $25 ബില്യൺ വേറൊരു കരാറും കൂടി ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ $25 ബില്യൺ എന്തൊക്കെ ആയുധങ്ങളാണ് വാങ്ങുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ $71 ബില്യൺ ആണ് ഡിഫൻസിന് വേണ്ടി ചെലവാക്കുന്നത്. അതായത് സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കുന്നതിനാൽ മുഴുവൻ ബജറ്റും ഇതിനകം തന്നെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ത്യ $25 ബില്യൺ പ്രൊപ്പോസലുകൾ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എയർക്രാഫ്റ്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് ഈസി ആയിട്ട് പട്ടാളത്തെ, അതുപോലെ കാർഗോ എക്യുപ്മെന്റുകൾ, അതുകൂടാതെ യുദ്ധോപകരണങ്ങളെല്ലാം മൊബിലൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകളാണ് കാരിയർ ഓഫ് എയർക്രാഫ്റ്റുകൾ. ഇന്ത്യയുടെ കയ്യിൽ എയർക്രാഫ്റ്റ് കാരിയറുകൾ ഇപ്പോൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കൈവശം ഉണ്ട്. പക്ഷേ അവ വളരെ പഴക്കം ചെയ്യുന്ന എയർക്രാഫ്റ്റ് കാരിയറുകളാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇവിടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇന്ത്യ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഈ പ്രൊപ്പോസലിൽ അത് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ചിരുന്ന പഴയത് AN-32 മോഡൽ എയർക്രാഫ്റ്റുകളാണ്. എന്നാൽ ഇതിനിപ്പോ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് IL-172 എയർക്രാഫ്റ്റുകൾ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏകദേശം 18 മുതൽ 20 ടൺ വരെ ഭാരം ഈ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് വഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനു പുറമെ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 പ്രതിരോധ മിസൈൽ സിസ്റ്റങ്ങൾ, അതുപോലെ റിമോട്ട്ലി പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റുകൾ എന്നിവ ഈ പ്രൊപ്പോസലിൽ ഇപ്പോ ഇന്ത്യ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ തവണ ഇപ്പോ പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷം ഇന്ത്യ ഇപ്പോ നല്ല രീതിയിൽ മാറ്റി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം ഈ പ്രൊപ്പോസൽ കാണുമ്പോൾ നമ്മൾ കരുതാനായിട്ട്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിന് ശേഷം സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുവാനും എന്തായാലും ഈ നീക്കം ഇപ്പോൾ ഇന്ത്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ $25 ബില്യൺ പ്രൊപ്പോസലിന് മുമ്പ് $40 ബില്യൺ മറ്റൊരു കരാറ് ഫ്രാൻസുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആണ് ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് ഫ്രഞ്ച് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനായിട്ട് ഇന്ത്യ ഓർഡർ കൊടുത്തത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ബോയിങ് P-8 റീകൺസ് വിമാനങ്ങളും വാങ്ങുവാനുള്ള പ്ലാൻ അതിൽ ആ പ്രൊപ്പോസലിൽ ഉണ്ടായിരുന്നു. അതിന് പുറമെ ടാങ്കിന് ഉപയോഗിക്കാനുള്ള അമ്യൂണേഷൻ, ഗൺ സിസ്റ്റങ്ങൾ, ഇപ്പോൾ റഡാറിലേക്ക് വേണ്ടുന്ന ഏരിയൽ സർവേലൻസ് സിസ്റ്റങ്ങൾ, പിന്നെ Su-30 വിമാനങ്ങളുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പദ്ധതി, പിന്നെ കോസ്റ്റ് ഗാർഡിനായിട്ട് ഹോവർ ക്രാഫ്റ്റുകൾ എന്നിവയും വാങ്ങാനായിട്ട് ഇപ്പോൾ നിലവിൽ ഉള്ള $25 ബില്യൺ കരാറിൽ തീരുമാനമായിട്ടുണ്ട്. ഈ ഹോവർ ക്രാഫ്റ്റുകൾ എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഒരു ഹെലികോപ്റ്ററും ബോട്ടും കൂടി കമ്പൈൻഡ് ആണ്. അതായത് വെള്ളത്തിലും കരയിലും ആകാശത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററുകൾ എന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഹോവർ ക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ സാധനം ഇന്ത്യ വാങ്ങുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ടാണ്. ഓരോ പർച്ചേസുള്ള ഓരോ പ്രൊപ്പോസലുകളായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 55 പ്രൊപ്പോസലുകൾ അംഗീകരിക്കാനായിട്ട് ഇപ്പോ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ ഇത്രയും വലിയ തുക ഒരു സാമ്പത്തിക വർഷത്തിൽ, ശ്രദ്ധിക്കണോട്ടോ, ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ചെലവാക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഫ്രാൻസുമായിട്ട് ഇന്ത്യ ഒപ്പുവെച്ച റാഫേൽ ഫൈറ്റർ ജെറ്റിന്റെ കാര്യത്തിൽ കരാറിൽ ഏകദേശം 80% നിർമ്മാണം ഇന്ത്യയിൽ തന്നെ നടത്തുമെന്ന് വ്യവസ്ഥ ഇന്ത്യ വെച്ചിട്ടുണ്ട്. അത് ഫ്രാൻസ് അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്കോസിസ്റ്റത്തിന് നല്ലൊരു ബൂസ്റ്റ് നൽകും. കാരണം ഇതുവഴി ധാരാളം ജോലി സാധ്യതകൾ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ്. അതുകൂടാതെ ഡിഫൻസ് മേഖലയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് R&D പ്രോഗ്രാമുകൾ കൂട്ടുവാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് വേണം ഈ ഒരു കരാർ ഇന്ത്യ സൈൻ ചെയ്തത്. ഇനി S-400 മിസൈൽ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ സംവിധാനമാണ്. ഇപ്പോ ഇന്ത്യക്ക് 3 സ്ക്വാഡ്രണുകൾ ഇന്ത്യക്കുണ്ട്, പ്രവർത്തനക്ഷമമാണ്. 2 കൂടി വരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് മൊത്തം 5 സ്ക്വാഡ്രൺ S-400 യൂണിറ്റുകളാവും. പക്ഷേ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇന്ത്യ മുന്നോട്ട് പോകും. കാരണം 5 നിർത്തൂല. ഇന്ത്യക്ക് ധാരാളം ത്രെറ്റ് ഉണ്ട്. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ, മ്യാൻമർ ഭാഗത്തു നിന്നെല്ലാം നല്ല രീതിയിൽ ഇന്ത്യക്ക് ത്രെറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ S-400 5 സ്ക്വാഡ്രണുകൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും കൂടുതൽ എണ്ണം റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 വാങ്ങുവാനുള്ള പദ്ധതിയിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. S-400 നോക്കിയാൽ ഏകദേശം 400 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്.
ഇത് ഉപയോഗിച്ചിട്ട് വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, പിന്നെ അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തകർക്കുവാനായിട്ട് ഈസി ആയിട്ട് ഇന്ത്യക്ക് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ 100 ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ അതിനെ തിരിച്ച് പ്രതിരോധിക്കാനും സാധിക്കും. അപ്പോ ഈ എല്ലാ പ്രൊജക്ടുകളും ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ 2020 എന്ന് പറഞ്ഞ ലോയുടെ ഭാഗമായിട്ടാണ് നടക്കുക. അതായത് ഇത് നടത്താൻ വേണ്ടി ട്രയൽസ് നടത്തണം, പ്രൈസ് നെഗോസിയേഷൻ ഉണ്ട്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അംഗീകാരം, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ഇവയിലൂടെ എല്ലാം കടന്നു പോകണം, ഇവയെല്ലാം പാസ്സാകണം. എന്നാൽ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ ചെലവുകൾ സർക്കാർ നടത്തുവാനായിട്ട്, അതായത് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് സാംസി സോജൻ.